എല്ലാവർക്കും നമസ്കാരം. ഇന്നിവിടെ ഒരു മീനച്ചാറിൻ്റെ റെസിപ്പിയുമായാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അതിനായിട്ട് 1 കിലോ കേരമീനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നന്നായി കഴുകി ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തിട്ടുള്ള മീനാണിത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിനോടൊപ്പം തന്നെ ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നല്ലതുപോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. മീൻ പൊടിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിലേക്ക് ഈ ഉപ്പും മുളകൊക്കെ പിടിച്ചു കിട്ടുന്നതിനായിട്ട് 1/2 മണിക്കൂറെങ്കിലും ഇത് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. നല്ലതുപോലെ ചൂടായതിന് ശേഷം മീനുകൾ കുറേശ്ശെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ വറുത്ത് വരുമ്പോൾ ഇതിൽ നിന്നത് കോരിയെടുക്കാവുന്നതാണ്. കോരിയെടുത്തതിന് ശേഷം ബാക്കിയുള്ളതും കൂടി അതിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അച്ചാറുണ്ടാക്കുന്നതിനായിട്ടൊരു പാത്രം വെച്ച് കൊടുക്കാം. മീൻ പൊരിച്ചതിന് ശേഷം ബാക്കിയുള്ള എണ്ണയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചതിട്ട് കൊടുക്കാം. അതിനായിട്ട് 200 ഗ്രാം ഇഞ്ചിയും 250 ഗ്രാം വെളുത്തുള്ളിയുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിൽ നിന്ന് കുറച്ച് വെളുത്തുള്ളി മാറ്റിയിട്ടാണ് ഞാനിത് ചേർത്തിട്ടുള്ളത്. ശേഷം അതിലേക്ക് 100 ഗ്രാം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 50 ഗ്രാം എരിവുള്ളതും 50 ഗ്രാം എരിവില്ലാത്ത മുളക് പൊടിയുമാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നല്ലതുപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ വറുത്ത് കോരി വെച്ചിരിക്കുന്ന മീൻ ഇതിലേക്ക് ഇട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് 2 കപ്പ് വിനാഗിരിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതും കൂടി ചേർത്ത് നല്ലതുപോലെ തന്നെ ഒന്ന് വീണ്ടും ഇളക്കി യോജിപ്പിക്കാം. ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ വെളുത്തുള്ളി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 3 പച്ചമുളകാണ് ഞാൻ അരിഞ്ഞിട്ട് കൊടുത്തിരിക്കുന്നത്. നീളത്തിൽ പൊളിച്ചാണ് അരിഞ്ഞേക്കണത്. ഇതുകൂടി ചേർത്ത് നല്ലതുപോലെ തന്നെ ഒന്ന് വീണ്ടും മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് വേണ്ട ഉപ്പ് കൂടി ചേർത്ത് യോജിപ്പിക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ലതുപോലെ അരച്ച് ചേർക്കുന്നത് കൊണ്ട് നമുക്ക് ഈ മീനച്ചാറിൽ അത്യാവശ്യം നല്ലൊരു ഗ്രേവി തന്നെ ഉണ്ടാകും. പുളി കുറച്ചുകൂടി വേണമെന്നുള്ളവർക്ക് വിനാഗിരിയുടെ അളവിൽ മാറ്റം വരുത്താം. മീനച്ചാറൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പം എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.